ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉലുവ കൊണ്ട് ഒരു ഉലുവ കറി വെക്കണത് എങ്ങനെയെന്ന് നോക്കാം. അതിന് ആവശ്യമുള്ള സാധനം എടുത്തിട്ടുണ്ട്. കടുക് വറുക്കാനായിട്ട് 2 വറ്റൽമുളക് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കരിവേപ്പില, കടുക് വറുക്കാനായിട്ട് വെന്തയം, ഇത്തിരി മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പുളി കലക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് കടുക് വറുക്കാം. എണ്ണ ചട്ടി അടുപ്പിൽ വെച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് വിട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ഒന്ന് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിതിൽ ഈ വെന്തയത്തിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. അടുത്ത് ഒരിത്തിരി ജീരകം, എല്ലാം കൂടി നമുക്കൊന്ന് ഇവിടെ കറക്കി കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് വരട്ടത്. ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഇതൊന്ന് നല്ല മുരിഞ്ഞ് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഈ മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിൽ ഈ പുളിവെള്ളത്തിന് ഒഴിച്ച് കൊടുക്കാം. ഇത്തിരി കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. സൂപ്പറായ ഒരു ഉലുവ കറി റെഡി ആയിട്ടുണ്ട്. ഇതിന് വേറെ ഒന്നും തന്നെ വേണ്ട, ഇത് മാത്രം മതി. വളരെ എളുപ്പമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. പിന്നെ ഇത് തലേദിവസമുള്ള പഴയ കഞ്ഞിക്ക് ഇത് ഒഴിച്ച് കുടിക്കാൻ സൂപ്പറായിരിക്കും. വേറെ അച്ചാറുകളോ വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം ഇട്ട് ഉപ്പും ഒഴിച്ച് ഈ കറിയും ഒഴിച്ച് ഈ പഴം കഞ്ഞി കുടിക്കാനായിട്ട് സൂപ്പറായിരിക്കും. നിങ്ങളൊരിക്കൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.